ഇന്നൊരു പഴനിറവിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് പറയണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. തേങ്ങ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി അവലിട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണ്ടത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിഞ്ജീരകം, ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. എഗ്ഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലൊരു എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ തേങ്ങ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ തേങ്ങ ഒരുപാട് മൊരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഴം കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യാതെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. മൊത്തത്തിലൊരു പഴം വെച്ചിട്ടുണ്ടാക്കുക, കട്ട് ചെയ്തിട്ടുണ്ടാക്കുക, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഞാൻ ഈ പഴം ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയല്ല കേട്ടോ. ഫില്ലിങ് ആദ്യം നിറച്ചിട്ട് പിന്നെ പഴം മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യലാണ്. ഇതിപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കി നോക്കിയതാണ്, പക്ഷേ അതിനേക്കാട്ടിലും ടേസ്റ്റ് ഈ ഒരു റെസിപ്പിക്കാണ്. പഴത്തിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫില്ലിങ് നിറക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഴം എടുത്തിട്ട് ഇതുപോലെ നടുക്കൊന്ന് കീറി കൊടുക്കുക. അതിൻ്റെ സൈഡിൽ കീറാതെ സെൻറ്ററിൽ മാത്രമായിട്ടൊന്ന് കീറി കൊടുത്തതിന് ശേഷം ഫില്ലിങ് അതിൽ നിറച്ചെടുക്കുക. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സെറ്റാണ്.